ശ്രീ ഷാജഹാൻ മാടമ്പാട്ട്, ഒബാമ കൊണ്ടുവരാൻ ഉദ്ദേശിച്ച സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ ഗുണം ചെയ്യാൻ പോകുന്നതിൽ ഏറെയും കറുത്ത വർഗ്ഗക്കാരാണ്. കറുത്ത വർഗ്ഗക്കാരനായ പ്രസിഡന്റ് കറുത്ത വർഗ്ഗക്കാരന് കൊണ്ടുവരുന്ന വൈറ്റ് ഹൗസിൽ കൊണ്ടുവരുന്ന പദ്ധതി എന്ന ആക്ഷേപം ഇതിനു മുൻപ് തന്നെ ഉണ്ടായിരുന്നു. വംശീയമായ ഒരു വിഷയമായി ഇക്കാര്യം അമേരിക്കയിൽ മാറുന്നുണ്ടോ? അമേരിക്ക പോലൊരു ജനാധിപത്യ രാജ്യത്തിൽ ഭൂരിപക്ഷം വരുന്നവർക്ക് വേണ്ടി കൊണ്ടുവരുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതി അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ശ്രീ ഷാജഹാൻ മാടമ്പാട്ട്, താങ്കൾ കേൾക്കാമോ? ഇതുവരെ കേൾക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. ഇപ്പൊ താങ്കൾ പറയുന്നത് കേൾക്കാം. ഓക്കെ, എന്റെ ചോദ്യം 4,80,00,000 ഗുണഭോക്താക്കൾ, അമേരിക്കൻ പൗരന്മാർക്ക് ഗുണം ചെയ്യുന്ന പദ്ധതിയാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഇതിലേറെയും കറുത്ത വർഗ്ഗക്കാരാണ്. വൈറ്റ് ഹൗസിലെ കറുത്തവനായ പ്രസിഡന്റ് കറുത്ത വർഗ്ഗക്കാർക്ക് കൊണ്ടുവരുന്ന ഒരു പദ്ധതി എന്ന ആക്ഷേപം മുൻപുണ്ടായിരുന്നു. വംശീയമായ ഒരു വിഷയമായി ഇത് മാറുന്നുണ്ടോ അമേരിക്കയിൽ? തീർച്ചയായിട്ടും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനൊരു വംശീയ പ്രശ്നമായിട്ട് നമ്മൾ കാണാൻ ശ്രമിക്കുന്നത് കടുത്ത ന്യൂനീകരണമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് അടിസ്ഥാനപരമായി 3 കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ് ഈ കാര്യം നമ്മളിപ്പോ ഒന്നാമത് വളരെ എനിക്ക് മുമ്പ് സംസാരിച്ചവര് രണ്ടുപേരും പറഞ്ഞതുപോലെ തന്നെ അത്ര വലിയ പ്രത്യാഘാതങ്ങളുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നിയോ ലിബറൽ സാമ്പത്തിക വ്യവസ്ഥ പൂർണ്ണമായിട്ടും പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് എന്തെങ്കിലും നിലക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സാമൂഹ്യമായ കാര്യങ്ങൾക്ക് കൂടുതൽ ചെലവഴിക്കാനുള്ള എന്ത് നീക്കങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും അതിന്റെ എതിർപ്പുകൾ ഉണ്ടാവുന്നതാണ് ഒന്ന്. രണ്ടാമത്, സ്വാഭാവികമായിട്ടും അമേരിക്കയിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ വ്യവസ്ഥയുടെ ഒരു പ്രശ്നമുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പ്രസിഡന്റ്, സെനറ്റ്, കോൺഗ്രസ് ഇത് 3ലേക്കും തെരഞ്ഞെടുപ്പുകൾ വേറെ വേറെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രസിഡന്റ് അധികാരത്തിൽ വരുമ്പോൾ അവിടെയുള്ള 2 നിയമനിർമ്മാണ സഭകളുടെയും പിന്തുണ പ്രസിഡന്റിന് ലഭിക്കുന്നുള്ളത് മറ്റു രാജ്യങ്ങളിലുള്ളതുപോലെ യാതൊരു നിലക്കുള്ള ഉറപ്പുമില്ല. ഇന്ത്യയിലോ ബ്രിട്ടനിലോ ഒക്കെ ആണെങ്കിൽ പ്രധാനമന്ത്രി ആരാണോ ആ ആൾക്ക് സ്വാഭാവികമായി നിയമനിർമ്മാണ സഭയുടെ പൂർണ്ണമായ ഭൂരിപക്ഷം നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അമേരിക്കയിൽ അത് കഴിയില്ല. അതുകൊണ്ടാണ് ഈ സാഹചര്യം വന്നിട്ടുള്ളത്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് പല പ്രാവശ്യം സംഭവിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. നമ്മളിപ്പോ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തോ ഒരു പുതിയ സംഭവം അമേരിക്കയിൽ നടക്കുന്നു എന്നുള്ള മട്ടിൽ പരാമർശിക്കുന്നത് ആയിട്ട് തോന്നുന്നു. പൊതുവെ അത് ശരിയല്ല. 17 പ്രാവശ്യം മുമ്പ് ഇതുണ്ടായിട്ടുണ്ട്. 1980-കളിൽ നമ്മൾ നിരന്തരമായിട്ട് ഈ സംഭവം കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഇപ്പൊ കഴിഞ്ഞൊരു 10, 16, 18 കൊല്ലമായിട്ടുണ്ടായിട്ടില്ല. 1995-96-ലാണ് അവസാനമായിട്ട് ഈ ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴത്തെ ഒരു പ്രശ്നവും എന്റെ ഒരു തോന്നൽ അടുത്ത ഒരാഴ്ചക്കുള്ളിൽ കൃത്യമായിട്ട് പരിഹരിക്കപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ അമേരിക്കയുടെ കടങ്ങളുടെ കുറിച്ച് പറഞ്ഞല്ലോ. അമേരിക്കക്ക് 16 ട്രില്യണിലടക്കം അധികം കടം വാങ്ങാൻ പറ്റില്ല. അപ്പൊ കടം അടുത്ത ഒരു ഒക്ടോബർ 17-ന് അപ്പുറത്തേക്ക് ഇത് പോയി കഴിഞ്ഞാൽ മാത്രമാണ് ഇതിന് എന്തെങ്കിലും നിലക്കുള്ള ഒരു സാമ്പത്തികമോ രാഷ്ട്രീയമോ ആയ പ്രത്യാഘാതം ഉണ്ടാകാൻ പോകുന്നത്. അതിന് മുമ്പ് ഇത് പരിഹരിക്കപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പരിഹരിക്കപ്പെടുകയാണെങ്കിൽ തന്നെ ഇപ്പം ജോലിക്ക് പോകാതെ നിൽക്കുന്ന ആളുകളുടെ ശമ്പളവും ഒക്കെ കൊടുക്കാനുള്ള തീരുമാനങ്ങളും എടുക്കും. മുമ്പൊക്കെ അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. മുമ്പെല്ലാം തന്നെ ഇങ്ങനെ ഷട്ട് ഡൗൺ ഉണ്ടായ സമയത്തൊക്കെ തന്നെ ജോലിക്ക് പോകാത്ത ആളുകൾക്ക് കൃത്യമായിട്ട് സർക്കാർ ശമ്പളം കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് ഇപ്പൊ നമ്മൾ വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തന്നെ അടുത്ത 2, 3, 4 ദിവസങ്ങൾക്കുള്ളിൽ ഇത് കൃത്യമായൊരു ചിത്രം വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്, ഷാജഹാൻ തിരികെ എത്താൻ താങ്കൾ. ടി പി ശ്രീനിവാസൻ, മുമ്പ് ഷാജഹാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സെനറ്റിലും ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവിലുമുള്ള ഭൂരിപക്ഷത്തിന്റെ വ്യത്യാസം, ഒബാമയ്ക്കുള്ള പിന്തുണയുടെ വ്യതിയാനം, ഇതുണ്ടാക്കി തീർത്തൊരു പ്രതിസന്ധി മാത്രമാണോ ഇത്? അതോ താങ്കൾ തന്നെ മുമ്പ് സൂചിപ്പിച്ച അമേരിക്കൻ ഭരണകൂടത്തിന് വായ്പ എടുക്കാനുള്ള പരിധി ഉയർത്താതിരിക്കാനുള്ള തീരുമാനം റിപ്പബ്ലിക്കൻ പാർട്ടി കൈക്കൊണ്ടിരിക്കുന്നു? അവരുടെ പ്രധാന വോട്ട് ബാങ്കായ ടീ പാർട്ടി മൂവ്മെന്റ് പോലുള്ളവരുടെ പിന്തുണ നേടിയെടുക്കാൻ വേണ്ടി അവരതിനു വേണ്ടി നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഒബാമ കെയർ പദ്ധതി വച്ച് വിലപേശിക്കൊണ്ട് ടീ പാർട്ടി മൂവ്മെന്റിന്റെ ആവശ്യം, അതായത് അമേരിക്കൻ ഭരണകൂടത്തിന് വായ്പ എടുക്കാനുള്ള പരിധി ഉയർത്താതിരിക്കാനുള്ള തീരുമാനത്തിലേക്ക് ഒബാമയെ കൊണ്ടെത്തിക്കുകയാണോ റിപ്പബ്ലിക്കൻ പാർട്ടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ല, ഈ ഡെറ്റ് സീലിങ്ങിനെ പറ്റിയുള്ള ചർച്ചകൾ തുടങ്ങിയിട്ട് പോലുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുന്നത് വളരെ സ്പെക്കുലേറ്റീവായിട്ടാണ്. ഇപ്പോൾ നടന്നിരിക്കുന്നത് ഒബാമ കെയർ ശരിക്കും അത് കറുത്ത വർഗ്ഗക്കാർക്ക് മാത്രമാണെന്ന് പറയുന്നത് ശരിയല്ല. ആദായം കുറവുള്ള സാമൂഹ്യ സ്ഥിതിയിൽ കുറഞ്ഞവർക്കുള്ളത് വേണ്ടിയാണ്. അതുകൊണ്ട് റിപ്പബ്ലിക്കൻസിന് അതിലൊരു താല്പര്യമില്ല.
റിപ്പബ്ലിക്കൻസിന് ടാക്സേഷനെ പറ്റി ഭയമൊന്നുമില്ല, അവർ ടാക്സേഷൻ കൂടുന്നതിൽ വിരോധമില്ലാത്തവരാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ഈ സാമൂഹ്യ തട്ടിൽ താഴെ നിൽക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ള, അല്ലെങ്കിൽ അവർക്ക് മാത്രം കൂടുതൽ പ്രയോജനപ്പെടുത്തുന്ന ഒരു പദ്ധതി ആയതുകൊണ്ടാണ് ഒബാമ കെയറിനെ പൊതുവെ അവർ എതിർക്കുന്നത്. അപ്പോൾ അത് ഒബാമ കെയറിനെതിരായിട്ടുള്ള ഒരു പ്രസ്താവനയുള്ള ബില്ലായിരിക്കണം എന്ന് അവർ നിർബന്ധിക്കുകയുണ്ടായി. അതിന് പ്രസിഡന്റ് സമ്മതിക്കാത്തത് കൊണ്ടാണ് ഈ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ പ്രതിസന്ധി അത്ര ഗൗരവമല്ല എന്നാണ് എനിക്ക് പറയുന്നത്. ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ എന്നാണ് പൊതുവെ അമേരിക്കയിൽ ആളുകൾ ഇതിനെപ്പറ്റി പറയുന്നത്. ഡോക്ടർ സ്റ്റാൻലി ജോണി, ഈ ഒരു പ്രശ്നം ഇനിയിപ്പോൾ പ്രത്യേകിച്ച് റിപ്പബ്ലിക്കൻ കക്ഷി എടുത്തിരിക്കുന്ന ഈ നിലപാട് തുടർന്ന് അങ്ങോട്ട് കർക്കശമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? അത് രാഷ്ട്രീയമായി അവർക്ക് തന്നെ വലിയ തിരിച്ചടിയാകില്ലേ? അതിന് റിപ്പബ്ലിക്കൻസ് കൊടുക്കുന്ന ഒരു ന്യായീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒബാമ കെയർ എന്ന് പറയുന്നത് വളരെ അൺപോപ്പുലർ ആയിട്ടുള്ള ഒരു ലെജിസ്ലേഷനാണ് അമേരിക്കയിൽ. അതുകൊണ്ട് ഒബാമ കെയറിനെ ചുറ്റിപ്പറ്റിയുള്ള ഈ ഷട്ട് ഡൗൺ റിപ്പബ്ലിക്കൻസിന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുമെന്നുള്ള രീതിയിലാണ് അവരുടെ പ്രതികരണങ്ങളൊക്കെ. പക്ഷേ അതേസമയം തന്നെ ഒപ്പീനിയൻ പോൾസ് നേരെ തിരിച്ചാണ് പറയുന്നത്. ഇപ്പോഴത്തെ ഷട്ട് ഡൗണിന്റെ പ്രധാനപ്പെട്ട ബ്ലെയിം ചുമക്കേണ്ടി വരുന്നത് റിപ്പബ്ലിക്കൻസിനാണ് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഈ ഒരു പാർട്ടിസാൻഷിപ്പാണ്. ഈ റിപ്പബ്ലിക്കൻസിനും ഡെമോക്രാറ്റ്സിനും ഇടയിൽ സമീപകാലത്ത്, പ്രത്യേകിച്ചും സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം, ഒബാമ പ്രസിഡന്റ് ആയതിനു ശേഷം ഉള്ള ശക്തമായി വന്നിട്ടുള്ള ഈ ഒരു ചേരിതിരിവാണ്. ഈ ഒരു ചേരിതിരിവിന്റെ സാഹചര്യത്തിലാണ് നമ്മൾ പറയുന്നത് ഡെപ്റ്റ് സീലിംഗ്. കഴിഞ്ഞ തവണ 95-96 ക്രൈസിസിന്റെ സമയത്ത് ഗവൺമെന്റ് ഷട്ട് ഡൗൺ നീണ്ടു നിന്ന് 22 ദിവസത്തോളമാണ്. അപ്പൊ അത്തരത്തിൽ ഇത് നീണ്ടു നിൽക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. അങ്ങനെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ, അല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഇവിടെ വെച്ച് തീരുകയും ഡെറ്റ് സീലിംഗിന് ചർച്ചകൾ തുടങ്ങുകയും ഗവൺമെന്റ് കോൺഗ്രസ് ഡെറ്റ് സീലിംഗിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസിലെത്തുകയും ചെയ്തേക്കാം. പക്ഷെ അല്ലെങ്കിൽ അങ്ങനെ അല്ലാതിരിക്കാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് റിപ്പബ്ലിക്കൻസിന്റെ കടുംപിടുത്തം, ഒബാമ കെയർ വെച്ച് യാതൊരു രീതിയിലുള്ള നെഗോഷിയേഷനും തയ്യാറല്ല എന്നുള്ള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നിലപാട്. അപ്പൊ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അതിനുള്ള സാധ്യതകളുണ്ട്. ഗവൺമെന്റിന്റെ കടം ഉയർത്തിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഗവൺമെന്റിന്റെ കടം ഉയർത്തിയില്ല എന്ന് വെച്ചാൽ ഗവൺമെന്റ് അതിന്റെ ഇതുവരെ എടുത്തിട്ടുള്ള കടങ്ങളുടെ തിരിച്ചടവിനെ ബാധിക്കുകയും ഗവൺമെന്റിന്റെ സ്പെൻഡിങ് കപ്പാസിറ്റിയെ തന്നെ ബാധിക്കുകയും ചെയ്യും. 2001 അമേരിക്കൻ ഗവൺമെന്റ് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഡൗൺഗ്രേഡ് ചെയ്യപ്പെടുന്നത്, അമേരിക്കയുടെ കപ്പാസിറ്റി ക്രെഡിറ്റ് റേറ്റിംഗ് ഡൗൺഗ്രേഡ് ചെയ്യപ്പെടുന്നത് ഈ ഒരു ഡെറ്റ് സീലിംഗ് ക്രൈസിസിന്റെ പശ്ചാത്തലത്തിലാണ്. അപ്പൊ അത് സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയും ഇപ്പോൾ തന്നെ പ്രതിസന്ധിയിലായിരിക്കുന്ന ആഗോള സാമ്പത്തിക രംഗത്തിന് കടുത്ത തിരിച്ചടിയാവുകയും ചെയ്യും. റൈറ്റ് ഡോക്ടർ സ്റ്റാൻലി, തിരികെ താങ്കളിലേക്ക്. താജ് മാത്യു ചേരുന്നു, മാധ്യമപ്രവർത്തകൻ. താജ് മാത്യു, ഇപ്പോൾ സ്റ്റാൻലി സൂചിപ്പിച്ച വായ്പാ പരിധി ഉയർത്തുന്നത് സംബന്ധിച്ച തർക്കം തന്നെയല്ലേ യഥാർത്ഥത്തിൽ ഒബാമ കെയർ എന്ന പദ്ധതിയെ ബന്ദിയാക്കിക്കൊണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്? കാരണം അടുത്ത മാസം ഡെപ്റ്റ് സീലിംഗ് സംബന്ധിച്ച ചർച്ച അമേരിക്കൻ കോൺഗ്രസിൽ ആരംഭിക്കാനിരിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള ഒരു തന്ത്രം തന്നെയല്ലേ റിപ്പബ്ലിക്കൻ പാർട്ടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അല്ല, അത് നമ്മൾ ഡെപ്റ്റ് സീലിംഗിന്റെ ചർച്ചകൾ നമ്മൾ പിന്നീട് വരുന്നേ ഉള്ളൂ. പക്ഷെ ഇതെന്ന് പറഞ്ഞ ഒരു സ്റ്റേൽമേറ്റ് ആണ്. അത് നമ്മുടെ സെപ്റ്റംബർ 30 കൊണ്ട് നമ്മളുടെ സാമ്പത്തിക വർഷം അവസാനിക്കുന്നു. ഒക്ടോബർ 1 സാമ്പത്തിക വർഷം തുടങ്ങുന്നു. ആ സമയത്തുള്ള ഒരു സ്റ്റേൽമേറ്റ് സംഭവിച്ചത് ഒരു പാർട്ടി ഒരു ഫൈറ്റിന്റെ പേരിലാണ്, ഡെമോക്രാറ്റിക് പാർട്ടി റിപ്പബ്ലിക്കൻ പാർട്ടിയായിട്ട്. അത് മെയിനായിട്ട് ഒബാമ കെയറിന്റെ പേരിലാണ് വന്നേക്കുന്നത്. ഒബാമ കെയർ നടപ്പാക്കുകയാണെങ്കിൽ ഞങ്ങൾ പിന്തുണ ഇത് കൊടുക്കരുതെന്നും, അല്ലെങ്കിൽ അത് ചെയ്യാവുന്ന ഇതിലാണ് വന്നേക്കുന്നത്. അതാണ് അതിന്റെ സ്റ്റേൽമേറ്റ് വന്നേക്കുന്നത് മെയിൻ കാര്യം. ഡെപ്റ്റ് സീലിംഗിന്റെ ചർച്ചകൾ പിന്നെ വരുന്നത് ഇതൊരു ടെക്നിക്കൽ പ്രോസസ്സാണ്. ആസ് ഓഫ് ദി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അതിന്റെ ഒരു പ്രശ്നമാണ് സംഭവിച്ചേക്കുന്നത്. ശ്രീ താജ് മാത്യു, ഇപ്പോൾ ഒബാമ കൊണ്ടുവരുന്ന ഈ സാമൂഹ്യ സുരക്ഷാ പദ്ധതി അൺപോപ്പുലർ ആണ്, ഇത് വലിയ നഷ്ടം വരുത്തിവെക്കും എന്നതാണ് റിപ്പബ്ലിക്കൻ കക്ഷി എടുത്തിട്ടുള്ള നിലപാട്. അതേസമയം ഇപ്പോഴുണ്ടായിട്ടുള്ള സ്ഥിതിവിശേഷം, സാമ്പത്തിക സ്തംഭനാവസ്ഥയും മറ്റും ഒബാമയെ കൂടുതൽ അൺപോപ്പുലർ ആക്കുകയാണോ ചെയ്യുക, അതോ അത് റിപ്പബ്ലിക്കൻ കക്ഷിക്ക് ഒരു രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കുകയാണോ ചെയ്യുക? ഒബാമ കെയർ എങ്ങനെ സാധാരണക്കാർക്ക് പ്രയോജനകരമാവും എന്നുള്ളതിനെ കുറിച്ചുള്ള അത് ഇതുവരെ നമുക്ക് അറിഞ്ഞുകൂടാ എങ്ങനെ സംഭവിക്കാൻ പോകുന്നുള്ളത്. അത് ഇന്ന് മുതൽ എഫക്റ്റീവ് ആവുന്നേ ഉള്ളത്. സോ അത് സാധാരണ ജനങ്ങളെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് പിന്നെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ അത് കഴിയുമ്പോഴേ മനസ്സിലാവാൻ പറ്റുള്ളൂ. സോ റിപ്പബ്ലിക്കൻ പാർട്ടി ഇതിന്റെ മെയിനായിട്ട് ആഗ്രഹം കൊണ്ടിരുന്നു പറഞ്ഞാൽ അമേരിക്കയുടെ ടോട്ടൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ക്വാളിറ്റി കുറയുന്നതാണ് അവരുടെ മെയിൻ പോയിന്റ്. യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ സിസ്റ്റം വരുമ്പോഴത്തേക്കും ഈ ലോകത്തുള്ള ഏറ്റവും നല്ല ഹെൽത്ത് കെയർ സിസ്റ്റം ഇവിടുത്തെയാണല്ലോ.
അതിന്റെ ക്വാളിറ്റി കുറയുന്നു. അതിന്റെ പ്രൈവറ്റ് ഇൻഷുറൻസ് മാറുമ്പോഴത്തേക്കും അതിന്റെ മൊത്തമുള്ള ഒരു ആഗോള ഒരു ഇത് കുറയുമെന്നുള്ള അത് വെച്ചിട്ടാണ് അവരിത് ഇത് ചെയ്യുന്നത്. റൈറ്റ് താജ് മാത്യു, ദയവായി തുടരുക. ഇപ്പോൾ ഷാജഹാൻ മാടമ്പാട്ടിലേക്ക് വീണ്ടും. ഷാജഹാൻ, അമേരിക്കയിലെ ലിബറലുകളും അതുപോലെ ഇടതു പ്രവർത്തകരും ഒബാമ കെയറിന്റെ കാര്യത്തിൽ ഒബാമയെ അന്ധമായി പിന്തുണച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പൂർണ്ണ പിന്തുണയാണ് നൽകിയിരുന്നത്. യഥാർത്ഥത്തിൽ എത്രമാത്രം ജനോപകാരപ്രദമാണ് ഒബാമ കെയർ? ഒരു അർത്ഥത്തിൽ കോർപ്പറേറ്റുകളായ ഇൻഷുറൻസ് കമ്പനികളെ സഹായിക്കുന്ന ഒരു പദ്ധതി മാത്രമല്ലേ ഒബാമ കെയർ? അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പൊ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. എനിക്കതിന്റെ മുഴുവൻ കാര്യങ്ങളും ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷെ മനസ്സിലാക്കാൻ പറ്റുന്നിടത്തോളം വളരെ സങ്കീർണമായിട്ടുള്ള പല നിലക്കുള്ള സാമ്പത്തിക തട്ടുകളിലുള്ള ആളുകളെ വ്യത്യസ്തമായി സമീപിക്കുന്ന, കുറെ സ്വകാര്യ മേഖലയെ ആശ്രയിക്കുന്നതും കുറെ കാര്യങ്ങളിൽ ഗവൺമെന്റ് സബ്സിഡികളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നതുമായിട്ടുള്ള വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പദ്ധതിയാണിത്. ഇത് മൊത്തത്തിൽ ഗുണകരമായിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മാത്രമല്ല, അതിനൊരു പശ്ചാത്തലമുണ്ട്. അമേരിക്കയിലെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ കുറിച്ച് കുറെ കാലങ്ങളായിട്ട് ഇപ്പൊ നമ്മൾ മൈക്കൽ മൂറിന്റെ സിക്കോ പോലുള്ള സിനിമകൾ മുതൽ ഡോക്യുമെന്ററി സിനിമകൾ മുതൽക്ക് വളരെ സജീവമായ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണിത്. ആ നിലക്ക് അമേരിക്കയിൽ ഒരുപാട് ആളുകൾക്ക് കുറച്ചുകൂടെ ഗുണകരമായ വൈദ്യസഹായം ലഭിക്കുന്ന രൂപത്തിലുള്ള ഒരു സംഗതിയാണ് അതുകൊണ്ട് വരാൻ പോകുന്നതെന്നാണ് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പൊ അത് നടപ്പാക്കി തുടങ്ങുന്നതേ ഉള്ളൂ. നമുക്ക് അതിനെ കുറിച്ചൊരു വിധി കൽപ്പിക്കാൻ സമയമായിട്ടില്ല. റൈറ്റ്. ശ്രീ ടി പി ശ്രീനിവാസൻ, ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ സാമൂഹ്യ സുരക്ഷാ മേഖലയിൽ നിന്നും സർക്കാർ ക്രമേണ പിൻവലിയുന്ന സമീപകാല സാഹചര്യത്തിൽ അമേരിക്ക സാമൂഹ്യ സുരക്ഷയെപ്പറ്റി ചിന്തിച്ചു തുടങ്ങുന്നു, അത്തരം പദ്ധതികൾ കൊണ്ടുവരുന്നതിനെ പറ്റി ആലോചിക്കുന്നു. എങ്ങനെയാണ് ഇതിനെ താങ്കൾ കാണുന്നത്? സാമൂഹ്യ സുരക്ഷ പുതുമയൊന്നുമില്ലല്ലോ അമേരിക്കയിൽ. അമേരിക്ക തീർച്ചയായിട്ടും ഒരു വെൽഫെയർ സ്റ്റേറ്റ് പോലെയാണ്. ജോലിയില്ലാത്തവർക്ക് ശമ്പളം കൊടുക്കുന്നു, എല്ലാവർക്കും ഒരു മിനിമം മെഡിക്കൽ കെയർ കിട്ടുന്നു, ഫുഡ് സ്റ്റാമ്പ്സ് കൊടുക്കുന്നു. അങ്ങനെ അപ്പോൾ സാമൂഹ്യ പദ്ധതികൾ ധാരാളം അമേരിക്കയിലുണ്ട്. അതിൽ നിന്ന് അവർ പിന്മാറുന്നില്ല. യഥാർത്ഥത്തിൽ ഇൻഷുറൻസ് ഇല്ലാത്തവർക്കും ഏത് ഹോസ്പിറ്റലിലും ഏത് ട്രീറ്റ്മെൻറ്റും ലഭിക്കത്തക്ക സൗകര്യം അമേരിക്കയിലുണ്ട്. നമ്മുടെ കാര്യത്തിൽ നമ്മളിപ്പോൾ കൂടുതൽ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ട് ആയിക്കൂടുന്നില്ല, എന്നാലും നമ്മളിപ്പോൾ സാമൂഹ്യക്ഷേമ പദ്ധതികളിലേക്ക് നീങ്ങുകയാണല്ലോ. ഇപ്പോഴത്തെ ഗവൺമെൻറ് ഇന്ത്യയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തയ്യാറെടുക്കുന്നത് വളരെയധികം രാജ്യത്തിന് ധാരാളം നഷ്ടമുണ്ടാകുന്ന തരത്തിലുള്ള പരിപാടികളാണല്ലോ ആവിഷ്കരിക്കുന്നത്. ഭക്ഷ്യസുരക്ഷാ ബിൽ തന്നെ ഇത്രയും പണം ചെലവാക്കി ഇത്രയും ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതി തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ കൂടുതൽ ആക്കിയാലും നമ്മുടെ ആ ലെവൽസ് അമേരിക്കയിലെ പോലെ അത്രയാകുന്നില്ല. അത്രമാത്രം കൂടുതൽ സുരക്ഷ അവിടെയുണ്ട്. സോഷ്യൽ സെക്യൂരിറ്റി വളരെ ശക്തമാണ് അമേരിക്കയിൽ. പക്ഷേ ശ്രീനിവാസൻ, വ്യക്തതയ്ക്ക് വേണ്ടി ഒരു കാര്യം ചോദിക്കുകയാണ്. ഒബാമ കെയർ പദ്ധതിയെ അമേരിക്കയിൽ എതിർക്കുന്നത് ഒബാമയെ എതിർക്കുന്നവർ മാത്രമല്ല, നിരവധി ആരോഗ്യ പ്രവർത്തകർ അതിനെ എതിർക്കുന്നുണ്ട്. അതിനവർ ഉന്നയിക്കുന്ന ഒരു ചോദ്യം പ്രസക്തമാണെന്ന് തോന്നുന്നു. കാരണം 44.5% പേർ ഇൻഷുറൻസ് പരിധിയിൽ നിന്ന്, ആരോഗ്യ ഇൻഷുറൻസ് പരിധിയിൽ നിന്ന് ഇത്രയും കാലം ഒഴിവായി നിന്നത് താങ്കൾ മുൻപ് സൂചിപ്പിച്ച അമേരിക്ക ഒരു ക്ഷേമരാഷ്ട്രമാണ്, സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ ധാരാളമായി നടപ്പാക്കുന്ന ഒരു രാജ്യമാണ് എന്ന അവകാശവാദത്തിന് എതിരായ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ? അതെ, അവിടെ രണ്ടും ഉണ്ടല്ലോ. ഒരു വശത്ത് ക്ഷേമ പദ്ധതികൾ നടക്കുന്നു, മറ്റൊരു വശത്ത് കുത്തക കമ്പനികളുടെ താല്പര്യങ്ങൾ വളരെ അധികം വരുന്നു. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഒരു 10 വർഷത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ആദായം അവിടുത്തെ ഡോക്ടർമാർക്ക് ലഭിക്കുന്നില്ല. നമ്മുടെ ഇന്ത്യൻ ഡോക്ടർമാരോട് ചോദിച്ചാൽ തന്നെ അറിയാം, വളരെയധികം ധനികരായിരുന്നു നമ്മളുടെ ഡോക്ടർമാർ അമേരിക്കയിൽ. അവരെല്ലാം പറയുന്നത് ഈ പരിഷ്കാരങ്ങൾ കൊണ്ട്, ഈ ഹെൽത്ത് രംഗത്തുണ്ടാകുന്ന പരിഷ്കാരങ്ങൾ കൊണ്ട് അവരുടെ വരവ് കുറഞ്ഞിരിക്കുന്നു. ഇൻഷുറൻസ് കമ്പനിയുടെ ലാഭം കുറയുന്നു, മെഡിക്കൽ കമ്പനീസിന് പ്രശ്നങ്ങളുണ്ടാകുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ ഒബാമ ചെയ്യുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ ഇതുപോലെയുള്ള കുത്തക കമ്പനികളുടെ താല്പര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനികളുടെ താല്പര്യങ്ങളെ ബാധിക്കുന്നു എന്നുള്ളതായിരിക്കും ഇതിന് കാരണം. പക്ഷേ അതിനൊക്കെ ഫണ്ടമെൻ്റലായിട്ട് മറ്റൊരു കാര്യമുള്ളത്, ഒബാമ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും ഒരു ബൈപാർട്ടിസൺ സപ്പോർട്ട് അദ്ദേഹത്തിന് ഇതുവരെ കിട്ടിയിട്ടില്ല. നമുക്കെന്നെ അറിയാമല്ലോ, അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് തന്നെ സാമ്പത്തിക വ്യവസ്ഥിതിയിൽ വ്യത്യാസം വരുത്താമെന്നുള്ള പ്രോമിസോട് കൂടിയാണ്. അന്ന് മക്കെയിൻ അങ്ങനെ ഒരു പ്രോമിസ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഒബാമ ജയിച്ചത് ഒരു കാരണത്തിൽ. പക്ഷേ അത് കഴിഞ്ഞ് അദ്ദേഹം അതിനെ രക്ഷപ്പെടുത്താൻ നോക്കിയ ശ്രമം